സമ്മേളനം വിളിക്കാനുണ്ടായ കാരണം എല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ ദിവസം താലൂക്ക് ഹോസ്പിറ്റലിലുണ്ടായ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ വിളിച്ചു ചേർത്തത്. എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഡാറ്റ എൻട്രീൻ്റെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് 3 ആളെ സെലക്ട് ചെയ്യുകയും അവരെ നിയമിക്കാൻ വേണ്ടിയിട്ട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ ആദ്യമുണ്ടായിരുന്ന ജീവനക്കാർ അവരുടെ കാലാവധി കഴിഞ്ഞ് അതിനുശേഷം വീണ്ടും അവർ അവിടെ തുടരുകയും ചെയ്തിരിക്കും. തുടരുന്നതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷനൊക്കെ ബന്ധപ്പെട്ടിട്ട് പിന്നെ കുറച്ച് ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കാൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഇൻ്റർവ്യൂ നടത്തിയ ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു ഇതിലൂടെയും പോയേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നിയമനങ്ങളൊക്കെ നീളുകയൊക്കെ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ നടത്തിയത്. അങ്ങനെ കഴിഞ്ഞ ജീവനക്കാരോട് വരണ്ടെന്ന് പറയുകയും പുതിയ ആളെ നിയമിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് അന്ന് അവിടെ അവരോട് വരണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ പറയുകയൊക്കെ ചെയ്ത്. പക്ഷെ അവർ പിറ്റേന്ന് രാവിലെ അവിടെ വന്ന് ജോയിൻ ചെയ്യുകയും CIT-കാരുടെ നേതൃത്വത്തിലാണ് അന്ന് അവിടെ അതിന് എതിർത്ത് നിന്നത്. പിന്നെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മുടെ രാജേട്ടനും രാജേഷ് മാഷും എല്ലാം പറയുന്നതാണ്. നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇത് അന്ന് മാത്രമല്ല അതിൻ്റെ മുന്നേ നിയമനം നടത്തി ആളുകളെ നമ്മൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് 3 ആളെ നിയമിച്ചത് പിന്നെ അവരുടെ പെർഫോമൻസും എല്ലാം നോക്കിയിട്ടാണ്. ഇവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് അവരൊന്ന് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് HMC മീറ്റിങ്ങിൽ അവർക്ക് ഞങ്ങൾ തീരുമാനം എടുത്തില്ല എന്നുള്ളതിലാണ്. പക്ഷെ അവിടെ നടത്തിയ ഇൻ്റർവ്യൂ അവിടെ നടത്തിയ നിയമനത്തിലും ഒന്നും HMC മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നടക്കുമ്പോൾ മാത്രം അതൊരു നിയമത്തിൻ്റെ വഴിയും അവർ ഇതുവരെ 10-25 വർഷമായി അവിടെ നടത്തി ഒന്നും അതിൻ്റെ മിനിറ്റ്സ് രേഖപ്പെടുത്താത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ രോഗികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ് പേരാമ്പ്ര ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി. അവിടെ രോഗികൾക്ക് വരാനും ഡോക്ടറെ കാണിക്കാനും വന്നു പോകാനുള്ളൊരു സൗകര്യം ഒരുക്കുന്നതിന് പകരം ഒരു ആശുപത്രിയാണ് എന്ന് മനസ്സിലാക്കാതെ അവിടെ ഒരു സമരത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കുകയാണ് CIT-ൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചെയ്തത്. അതിന് കാരണമായി പറയുന്ന നിലവിലുള്ള 3 ജീവനക്കാരെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു എന്നാണ്. നമ്മൾ നേരത്തെ അവിടെ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും ജീവനക്കാരുടെ കരാർ കാലാവധി കഴിഞ്ഞതാണ്. അവിടെ കൃത്യമായ ബോണ്ട് വെക്കുകയോ അല്ലെങ്കിൽ സാധാരണ ദിവസവേതനക്കാരാണെങ്കിൽ പോലും അതിന് പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് അവിടെയുള്ള ജീവനക്കാരിൽ മിക്കവരും നിലനിൽക്കുന്നത്. അതിൽ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരായ 3 പേരെ മാറ്റാൻ ഭരണസമിതിയും അതുപോലെ തന്നെ HMC-യും തീരുമാനിച്ചത്. HMC ആണ് ഈ നിയമനത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ഒരു 15 വർഷമായി പേരാമ്പ്ര ആശുപത്രിയുടെ HMC-യിലുള്ള ഒരാളാണ്. ഇതുവരെ ഇങ്ങനെ HMC-യിൽ നമ്മളെ ഈ നിയമനത്തെ പറ്റി പറയുകയോ അല്ലെങ്കിൽ നിയമിച്ചത് ഈ സെലക്ട് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ നിയമനത്തിന് അംഗീകാരം വാങ്ങുകയൊന്നും ചെയ്യുന്നൊരു സാഹചര്യം പേരാമ്പ്രയിലുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ വന്നപ്പോൾ നിയമിച്ച മുഴുവൻ ആളുകൾ ഇപ്പം എനിക്ക് തോന്നുന്നത് 9ാമത്തെ ആളുകളെയാണ് നമ്മളിപ്പോൾ ഡാറ്റ എൻട്രിയിലൂടെ നിയമിക്കുന്നത്. 5-8 പേരെ നമ്മൾ അതിന് മുമ്പ് നിയമിച്ചിട്ടുണ്ട് ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം. അത് പിന്നെ ലാബ് അസിസ്റ്റന്റുമാരുണ്ട്, അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നീഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ തീരുമാനിച്ചത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ്. HMC-യിൽ വന്നു. HMC-യിൽ വന്നതിന് ശേഷം ആദ്യം HMC തീരുമാനിക്കുന്നു. HMC തീരുമാനിച്ചതിന് ശേഷം ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നിയമനം നമ്മൾ HMC-ക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വന്നതിന് ശേഷമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് നമ്മൾ ഈ നിയമിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ 3 ആളുകളെയും നിയമിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടുന്ന് ഒഴിവായ 3 ആളുകൾ യാതൊരു മാനദണ്ഡവുമില്ലാതെ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ അവർക്ക് ടെർമിനേറ്റ് ചെയ്തിട്ട് പോലും അവരവിടുന്ന് മാറി നിൽക്കാതെ 3 ആളുകൾ ചാർജ് എടുക്കാൻ വന്നപ്പോൾ അവർക്കെതിരായി ഞങ്ങൾ ഈ സീറ്റിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ പോലും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായി. കാരണം ഒരു ആശുപത്രിയാണ്, രോഗികൾ പുറത്ത് കാത്തു നിൽക്കുന്നു, നമ്മളെ കൊണ്ടൊരു ശല്യം ഉണ്ടാവരുത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ വാശി പിടിക്കാതെ നമുക്കിപ്പോൾ വേണമെങ്കിൽ പോലീസിനെ വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റി നമ്മൾ ആ നിയമനം കൊടുത്ത ആളാണെന്ന് നമുക്ക് നിയമിക്കാൻ സാധിക്കുമായിരുന്നു.
ആ നടപടി നമ്മൾ സ്വീകരിക്കാതെ ഒരു അനുരഞ്ജനത്തിൻ്റെ ഭാഷയിൽ നമ്മൾ സ്വീകരിച്ചു. അവരുമായി സംസാരിച്ചു. അവർ പറഞ്ഞു, നിങ്ങളൊരു HMC മീറ്റിംഗ് വരെ നിങ്ങൾ കാത്തു നിന്നിട്ട് നിങ്ങൾ നിയമിച്ചു, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് അടുത്ത HMC മീറ്റിംഗ് നിങ്ങൾ 6-ാം തീയതി വെച്ചിട്ടുണ്ട്. 6-ാം തീയതി വരെ കാത്തുനിന്നതിന് ശേഷം മാത്രമേ ഇവിടെ നിയമിക്കാവൂ. അതുവരെ ഇവർക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പൂർണ്ണമായത് അംഗീകരിച്ചുകൊണ്ട് 6-ാം തീയതി എന്നുള്ള 2 ദിവസം ഇപ്പുറമാക്കി 3-ാം തീയതി ഞങ്ങൾ HMC യോഗം വിളിച്ചു. ആ HMC യോഗത്തിൽ വെച്ച് ഇന്നലെയാണ് HMC യോഗം വിളിച്ചത്. ആ HMC യോഗത്തിൽ 10-20 ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതികൾ അതിലുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട്. അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതികളുണ്ട്. പൊതുമരാമത്ത് എഞ്ചിനീയർ ഉണ്ട്, KSEBയുടെ എഞ്ചിനീയർ ഉണ്ട്, വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർ ഉണ്ട്. അങ്ങനെ 15 അംഗങ്ങളാണ് വോട്ടിംഗ് അവകാശമുള്ള അംഗങ്ങൾ. പക്ഷേ വോട്ടിംഗ് അവകാശമുള്ള അംഗങ്ങളെ ഒന്നും നോക്കാതെ തന്നെ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. വോട്ടിംഗ് അധികാരമുള്ള അംഗങ്ങളെ മാത്രം എടുത്താൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല. ഈ 15 അംഗങ്ങളിൽ നല്ല ഭൂരിപക്ഷം UDFിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ട്. കാരണം ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾക്ക് ആ ബില്ലൊക്കെ പാസ്സാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച ആളുകളൊക്കെ നിയമിക്കാനുള്ള സാഹചര്യം എടുക്കാൻ ഞങ്ങൾക്ക് കഴിയും. എന്നാൽ പോലും ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട, മുഴുവൻ ആൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സാന്നിധ്യത്തിൽ, എല്ലാ പൊതുപ്രവർത്തകന്മാരുടെയും സാന്നിധ്യത്തിൽ HMC യോഗം ചേർന്നു. ആ HMC യോഗത്തിൽ ഈ 3 ആളുകളുടെയും ലീസ്റ്റ് അംഗീകരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നിയമനം നടത്താൻ പോയത്. ആ നിയമനത്തെ നടത്താൻ പോയ സമയത്തും ഇവർ അതിനുള്ളൊരു സാഹചര്യമില്ലാതെ കുറേ CITക്കാർ വന്ന് അവിടെ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അന്ന് രോഗികളൊക്കെ പോലീസിനെ കണ്ട് ഭയന്ന് പോകുന്നൊരു സാഹചര്യം. ആളുകളൊക്കെ തന്നെ നേരത്തെയുള്ള കരാർ ജീവനക്കാർ, അവിടെ ഇപ്പോൾ അധികം കരാർ ജീവനക്കാരും CITൻ്റെ യൂണിയനിൽപ്പെട്ട ആളുകൾ. കാരണം കഴിഞ്ഞ 10-25 വർഷമായി യാതൊരു മാനദണ്ഡവുമില്ലാതെ ഒരു അർഹതയില്ലാത്ത ആളുകളെയാണ്. ആകെയുള്ളൊരു അർഹത അവർ CPM സഹയാത്രികരായിരിക്കണം എന്നതിലപ്പുറം വേറെ ഒരു അർഹതയും അവിടെ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ആളുകളൊക്കെ വന്ന് ഇവിടെ നിൽക്കുകയും ഇവരെ സംരക്ഷിക്കാനുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ന് വീണ്ടും പോലീസ് വന്നു. അവസാനം അവർ CIT അത് അംഗീകരിക്കേണ്ടി വന്നു. അർഹതയുള്ള ആളുകളെയാണ് നിയമിച്ചത് എന്നും അതുകൊണ്ട് തന്നെ ആ നിയമനത്തിനെ അവർക്ക് അംഗീകരിക്കേണ്ട വന്നൊരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. ഇനി മറ്റൊരു തീരുമാനം ഇന്നലെ HMC എടുത്തത്, ഇനി വരാനിരിക്കുന്ന ഈ 10-40ഓളം ആളുകൾ അവിടെ യാതൊരു രേഖയുമില്ലാതെ യാതൊരു യോഗ്യതയുമില്ലാതെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെയും മാറ്റാനുള്ള തീരുമാനം ഘട്ടം ഘട്ടമായി അവരെയും മാറ്റി നിയമാനുസൃതമായി ഇൻ്റർവ്യൂ നടത്തി ആളുകളെ നിയമിക്കാനുള്ള തീരുമാനവും HMC എടുത്തിട്ടുണ്ട്. അതിപ്പം ഭരണസമിതിക്ക് അംഗീകാരത്തിൽ കൂടി വെച്ച് അടുത്ത ഘട്ടത്തിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് കൂടി കടക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് ഓഡിറ്റ് ഒബ്ജക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ രാജേഷ് ഭാഷയോട് എന്തുകൊണ്ട് ഭരണസമിതി HMC അങ്ങനെ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നതിന് വളരെ കൃത്യമായ ഉത്തരം ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഞാൻ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഇവിടെ വായിക്കുകയാണ്. 1/8/2023 മുതൽ 31/3/2025 വരെയാണ് കാലയളവിലാണ് അവസാനമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. പരിശോധന അവർ നടത്തിയത് 1/8/2025 മുതൽ 15/8/2025 വരെയാണ്. പരിശോധന നിർവഹിച്ച ഉദ്യോഗസ്ഥ ചിത്ര മാത്യു, ജൂനിയർ സൂപ്രണ്ട് ആണ്. അവരുടെ വിശദാംശങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിൽ മുഖ്യമായ ക്രമക്കേടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് അടിവരയിട്ടുകൊണ്ട് പറയുന്നൊരു കാര്യം, ഞാനത് പ്രസക്തമായ ഭാഗത്തോടെ വായിക്കുകയാണ്. നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരുപാട് 59 പേജുകളുടെ ഓഡിറ്റ് റിപ്പോർട്ടാണ്. അതിൽ മറ്റു പല കാര്യങ്ങളുണ്ട്. അതിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഡിറ്റ് ടീം കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ ക്രമക്കേട് എന്ന ടൈറ്റിലാണ് അവർ നൽകിയിട്ടുള്ളത്. അതിതാണ്: താൽക്കാലിക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾക്ക് വിരുദ്ധമായി ജീവനക്കാരെ തുടർച്ചയായി നിയമിക്കുകയും തുടർ നിയമനം നൽകുന്ന സാഹചര്യത്തിൽ സേവനത്തിന് കുറഞ്ഞത് 1-2 പ്രവൃത്തി ദിവസത്തെ ഇടവേള നൽകാതെയും പ്രസ്തുത ഇടവേള ദിവസങ്ങളിലെ വേതനം കിഴിവ് ചെയ്യാതെയും മുദ്രപേപ്പറിൽ സത്യവാങ്മൂലം സമർപ്പിക്കാതെ നിയമനം നൽകുകയും തുടങ്ങി താൽക്കാലിക ജീവനക്കാരിൽ ജോലി സംബന്ധമായ യാതൊരുവിധ നിയന്ത്രണങ്ങളും സ്ഥാപന മേധാവിക്കോ ഓഫീസ് ജീവനക്കാർക്കോ മറ്റു ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കോ അധികാരികൾക്കോ ഇല്ല എന്നുള്ളതും ഇപ്രകാരമുള്ള സർക്കാർ തീരുമാനങ്ങൾ താൽക്കാലിക ജീവനക്കാർ പാലിക്കാൻ തയ്യാറല്ല എന്നുള്ളതും ഗുരുതരമായ വീഴ്ചയാണ്. ഇതാണ് ഇത്തരമൊരു ശുദ്ധീകരണത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതിയെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. വളരെ കൃത്യമായി പറയുന്നു. ഇപ്പം 180 ദിവസം എന്നുള്ളത് 179ാമത്തെ ദിവസം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പിന്തുടരുന്ന അതേ രീതി തന്നെയാണ് താൽക്കാലിക നിയമനങ്ങൾക്ക് മുഴുവൻ ആശുപത്രികളും ഫോളോ ചെയ്യേണ്ടുന്നത്. അപ്പോൾ 179ാമത്തെ ദിവസം ആ താൽക്കാലിക ജീവനക്കാരൻ്റെ കരാർ അവസാനിപ്പിക്കുകയും ഇനി അയാൾക്ക് തന്നെ തുടർന്ന് നൽകുകയാണെങ്കിൽ
ഏറ്റവും കുറഞ്ഞത് 2 ദിവസത്തെയെങ്കിലും ഗ്യാപ്പ് നൽകിയിട്ട് ആ 2 ദിവസത്തെ സാലറി കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നൽകാവൂ എന്നുള്ളതാണ് സർക്കാർ ഉത്തരവ്. ആ ഉത്തരവ് കോട്ട് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് ടീം കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായ ഒരു കൃത്യവിലോപമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. വർഷങ്ങളായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഓഡിറ്റിൽ എടുത്തു പറയുന്നത്, മുദ്രപത്രത്തിൽ വാങ്ങി വെക്കേണ്ടുന്ന കരാറില്ലാതെയാണ് അവർ തുടരുന്നത്. മുദ്രപത്രത്തിൽ വളരെ കൃത്യമായിട്ട് കരാറുണ്ടാവണം. തുടർ നിയമനങ്ങൾക്ക്, സ്ഥിര നിയമനങ്ങൾക്ക് ഞാൻ ക്ലെയിം ചെയ്യുന്നതല്ല, മുന്നറിയിപ്പില്ലാതെ എന്നെ പിരിച്ചുവിടാനുള്ള അധികാരം അധികാരികൾക്കുണ്ട് തുടങ്ങി മുദ്രപത്രത്തിൽ സാമ്പ്രദായികമായിട്ട് എഴുതി വരുന്ന ആ കാര്യങ്ങൾ എഴുതി മുദ്രപത്രത്തിൽ വെച്ചതിന് ശേഷം മാത്രമേ താൽക്കാലിക നിയമനങ്ങൾ നൽകാൻ പാടുള്ളൂ. പക്ഷേ 25 കൊല്ലത്തെ തുടർച്ചയായ ഒരു ഭരണ പ്രക്രിയക്കിടയിൽ ഒരു ഭരണമാറ്റം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അത്തരം നിയമപരമായ യാതൊരു രീതികളും സ്വീകരിക്കാതെ ആണ് താൽക്കാലിക നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ നിയമനങ്ങൾക്കെതിരായിട്ട് വളരെ കൃത്യമായി ഇതിൽ പറഞ്ഞു എന്ന് മാത്രമല്ല, ആ ഓഡിറ്റ് ടീം ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നടന്ന ഓഡിറ്റുകളിലും ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടും അത് പരിഹരിക്കാനോ പോരായ്മകൾ പരിഹരിക്കാനോ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ് എന്നുകൂടി ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രമപ്രകാരമല്ലാത്ത നിയമനങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ളത് ഏതൊരു ഭരണസമിതിയുടെയും ഈ ഓഡിറ്റ് റിപ്പോർട്ട് നടപ്പാക്കേണ്ടുന്നത് മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന മെഡിക്കൽ ഓഫീസർമാർ ബാഹ്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ നിയമപരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഭരണസമിതി ചെയ്യുന്നത്. അതിൽ നിയമവിരുദ്ധതയുടെ ഒരംശം പോലുമില്ല. എന്നിരിക്കലാണ് 7 പഞ്ചായത്തുകളിലെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു വലിയ 1000-ഓളം രോഗികൾ ഒരു ദിവസത്തുന്ന ഒരു ആശുപത്രിയെ ഒരു സംഘർഷ കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം. ഭരണമാറ്റമുണ്ടായി എന്നത് സമ്മതിക്കാൻ അംഗീകരിക്കാൻ തയ്യാറാകാത്തതിൻ്റെ പ്രതിഫലനങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ആശുപത്രിയിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് പിറകിലുള്ളത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സമർപ്പിക്കാത്ത ജീവനക്കാരാണ് 39 പേര്. യാതൊരു തരത്തിലുള്ള ബോണ്ടും സമർപ്പിക്കാതെ നിയമപരമല്ലാത്ത വർഷങ്ങളായി തുടരുന്നത്. അവരെ നിയമിച്ചത് എന്നോ അത് എപ്പോഴാണ് നിയമിച്ചതെന്നോ ഏത് HMC മീറ്റിംഗിലാണ് തീരുമാനിച്ചതെന്നോ യാതൊരു രേഖകളും ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ് നടന്നിട്ടില്ല. ഇപ്പോ പുതിയ ശേഷം ഞങ്ങൾ നടത്തിയ നിയമനങ്ങളൊക്കെ ഇതുവരെ നടത്തിയ നിയമനങ്ങളിൽ കൃത്യമായിട്ട് HMC തീരുമാനപ്രകാരം എടുത്ത ആളുകൾ